ഗുരുജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും വിനീതമായ നമസ്തേ. ഈ ആഴ്ചയുടെ തുടക്കം ഒരു കഥ കേട്ടുകൊണ്ട് തുടങ്ങാം. ഗ്രാമത്തിലെ പേരുകേട്ട തറവാട്ടിലാണ് ഗോവിന്ദൻ്റേത്. ഗോവിന്ദൻ്റെ മാതാപിതാക്കളും ഒരു അനുജത്തിയും അനുജനുമാണുള്ളത്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ഗോവിന്ദ്. എങ്കിലും മാതാപിതാക്കളുടെ വിദ്യാഭ്യാസം ഹൈസ്കൂൾ വരെ മാത്രമാണ്. ഗോവിന്ദൻ്റെ അച്ഛൻ മികച്ച കർഷകനാണ്. കൃഷിവൃത്തിയേക്കാൾ അദ്ദേഹം ചെയ്തിരുന്നത് കൃഷിക്കാവശ്യമായ പണിയായുധങ്ങൾ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളുമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ആ നാട്ടിൽ എല്ലാവരുമായും ആരാധിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു ഗോവിന്ദൻ്റെ അച്ഛൻ. ഔപചാരിക വിദ്യാഭ്യാസം കുറവാണെങ്കിലും ഗോവിന്ദൻ്റെ അച്ഛന് സംസ്കൃതം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവയിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, നൂതന കൃഷിരീതികൾ എന്നിവയിൽ മതിയായ അറിവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പ്രകൃതി വിഭവങ്ങളെല്ലാം തന്നെ അമിതമായി ചൂഷണം ചെയ്യാൻ പാടില്ല എന്നും അത് അടുത്ത തലമുറയ്ക്കും കൂടെ കരുതി വയ്ക്കണമെന്നും എപ്പോഴും ഗോവിന്ദനും മറ്റും അച്ഛൻ പകർന്നു കൊടുക്കുകയായിരുന്നു. കിട്ടുന്ന സമയമെല്ലാം ഗോവിന്ദും അനുജത്തിയും അനിയനും അമ്മയുമെല്ലാം അച്ഛൻ്റെ കൃഷിയിൽ അദ്ദേഹത്തിനെ സഹായിക്കാറുമുണ്ടായിരുന്നു. പക്ഷേ ഇത്രയുമൊക്കെ സുഹൃത്തുക്കളെ പോലെയാണ് ഗോവിന്ദനും അച്ഛനും പെരുമാറിയിരുന്നെങ്കിലും വീട്ടിനകത്ത് അനാവശ്യമായി ലൈറ്റ് കത്തി കിടക്കുന്നതോ ഫാൻ കറങ്ങുന്നതോ വെള്ളം ദുരുപയോഗം ചെയ്യുന്നതോ മറ്റും ഏറ്റവും ദേഷ്യം പിടിപ്പിക്കുന്നതായിരുന്നു ഗോവിന്ദൻ്റെ അച്ഛന്. അതുകൊണ്ട് തന്നെ ഗോവിന്ദ എന്ന ഉറക്കെ ഒരു വിളി ശബ്ദം കേട്ടാൽ ഗോവിന്ദ ആദ്യം ചെയ്യുന്നത് എല്ലാ മുറികളിലും പോയി നോക്കുകയും ബാത്റൂമിൽ കയറി പൈപ്പ് തുറന്നിട്ടുണ്ടോ എന്നും മറ്റും നോക്കിയിട്ടാണ് അച്ഛൻ്റെ മുന്നിൽ ഹാജരാകുന്നത്. ഇനി എത്ര വെപ്രാളപ്പെട്ടായിരുന്നാലും ശരി തന്നെ, എത്ര തിരക്കായിരുന്നാലും ശരി തന്നെ, എന്തെങ്കിലും ലൈറ്റോ ഫാനോ അണയ്ക്കാതെ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ പോലും അച്ഛൻ കണ്ടാൽ തിരിച്ചു വിളിച്ച് അവ അണച്ചിട്ടേ വിടുമായിരുന്നുള്ളൂ. ഇത് അരോചകമായി പലപ്പോഴും ഗോവിന്ദന് തോന്നിയിട്ടുണ്ടെങ്കിലും അച്ഛനോട് ചിലപ്പോഴൊക്കെ വഴക്കിടാറുമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ക്യാമ്പസ് സെലക്ഷനൊന്നും കിട്ടാതെ ഗോവിന്ദ് നിൽക്കുകയായിരുന്നു. ഒരു ദിവസം ഇന്ത്യയിലെ തന്നെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ എഞ്ചിനീയർമാരെ ആവശ്യമുണ്ടെന്നുള്ള വിജ്ഞാപനം കണ്ടു. അതിൽ പ്രവൃത്തി പരിചയം ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഗോവിന്ദ് ഒന്ന് മടിച്ചു. എന്നാൽ ഗോവിന്ദൻ്റെ അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല, നീ ഒന്ന് അയച്ചു നോക്കൂ, ഇന്ത്യയിലെ നല്ല കമ്പനിയാണ്, അവിടെ നിനക്ക് ജോലി കിട്ടിയാൽ നന്നായിരുന്നു. അവരുടെ ഫാം എക്യുപ്മെൻറ്റ് ഡിവിഷനെല്ലാം വളരെ പേര് കേട്ടതാണ്. അതുകൊണ്ട് നീ ഈ അപേക്ഷ അയച്ചു നോക്കാൻ പറഞ്ഞു. ഗോവിന്ദ് അച്ഛൻ പറഞ്ഞതനുസരിച്ച് അപേക്ഷ അയച്ചു. കമ്പനി ഒരു ഓൺലൈൻ ടെസ്റ്റ് നടത്തി. ഗോവിന്ദ് അതും പാസ്സായി. അങ്ങനെ ഫൈനൽ ഇൻ്റർവ്യൂവിനായി അവരുടെ ബോംബെയിലുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ എത്തുവാനായി ക്ഷണം ലഭിക്കുകയും ചെയ്തു. ഗോവിന്ദ് ബോംബെയിലെത്തി. ഇൻ്റർവ്യൂ ദിവസം രാവിലെ എഴുതിച്ച് സമീപത്തുള്ള ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് കോർപ്പറേറ്റ് ഓഫീസിൻ്റെ മുന്നിൽ വന്നിറങ്ങി. അവിടെ റോഡിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന പശുക്കളെയാണ് ഗോവിന്ദൻ ആദ്യം കാണുന്നത്. തൊട്ടടുത്ത കടയിൽ നിന്നും കുറച്ച് പഴങ്ങൾ വാങ്ങി അവയ്ക്ക് കൊടുത്തു. സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞു. അനുവാദം വാങ്ങി ഓഫീസിൻ്റെ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങി. വളരെ വിശാലമായ ലാൻഡ്സ്കേപ്പ് ചെയ്ത നല്ല പുൽത്തകിടിയും നിറച്ച് വർണ്ണങ്ങളിലുള്ള പൂക്കളും ഒക്കെ വച്ചുപിടിച്ച നല്ലൊരു പൂന്തോട്ടം ആദ്യം തന്നെ കണ്ടു. അവിടെ ഈ പുൽത്തകിടി നനയ്ക്കാനെന്ന് പറഞ്ഞ ഒരു പൈപ്പ് ചെറുതായിട്ട് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ധാരാളം വെള്ളം പോകുന്നതും ഗോവിന്ദൻ ശ്രദ്ധിച്ചു. പക്ഷേ അത് ഗാർഡനർ നോക്കിക്കൊള്ളും എന്ന് വിചാരിച്ചുകൊണ്ട് ഗോവിന്ദൻ ലോബിക്കകത്ത് കയറി.
അവിടെ തന്നെ പോലെ 10-12 പേർ ഇൻ്റർവ്യൂവിനായി വന്നിട്ടുണ്ട്. അവർ പരസ്പരം സംസാരിക്കുന്നതിൽ നിന്നും അവരെല്ലാം ഇന്ത്യയിലെ വളരെ പേരുകേട്ട സ്ഥാപനങ്ങളിൽ നിന്നും ബിരുദം നേടിയവരും മിക്കവാറും എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ളവരുമാണ്. ഗോവിന്ദൻ്റെ ആത്മവിശ്വാസം ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. ഗോവിന്ദ് അവിടെ തൻ്റെ ഊഴവും ഇരുന്നപ്പോൾ പെട്ടെന്ന് ഗോവിന്ദൻ്റെ കാതുകളിലേക്ക് അച്ഛൻ്റെ ഘനഗാംഭീര്യമായ ഗോവിന്ദ എന്നുള്ള വിളി കേൾക്കുന്നത് പോലെ തോന്നി. ഗോവിന്ദ് അവിടെ നിന്നെഴിച്ച് ലോബിക്ക് വെളിയിൽ വന്നു. നേരെ ആ പുൽത്തകടിയിൽ തുറന്നു കിടക്കുന്ന പൈപ്പ് പോയി അടച്ച് തൻ്റെ തൂവാലയെടുത്ത് കൈയും മുഖവും തുടച്ചുകൊണ്ട് വീണ്ടും ലോബിയിലെത്തി. അക്ഷരമാലാക്രമത്തിലാണ് ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂവിന് വിളിച്ചു കൊണ്ടിരുന്നത്. 3-4 പേർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തൻ്റെ ഊഴമാണ് എന്ന് ഗോവിന്ദ് മനസ്സിലായി. ഗോവിന്ദിന് പിരിമുറുക്കം തുടങ്ങി. ഗോവിന്ദിന് മൂത്രം ഒഴിക്കണമെന്ന് തോന്നി. അറ്റൻഡറിൻ്റെ അടുത്ത് പറഞ്ഞതനുസരിച്ച് അറ്റൻഡർ ഗോവിന്ദനെ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. 2ാം നിലയിലാണ് ലിഫ്റ്റ് ഇറങ്ങി നേരെ ഓപ്പോസിറ്റുള്ള കൊറിഡോറിലാണ് ശുചിമുറികളെന്നും അറ്റൻഡർ പറഞ്ഞു. ഗോവിന്ദൻ ലിഫ്റ്റിൽ 2ാം നിലയിലെത്തി. വളരെ നൂതന രീതിയിലും വെളിച്ചവും വായുവും ധാരാളം കിട്ടുന്ന തരത്തിലുള്ള കൺസ്ട്രക്ഷനാണ് ആ ഓഫീസിൻ്റേത്. വളരെ വീതിയുള്ള വരാന്ത. ആ വരാന്തയിൽ അവിടെ ഇവിടെയായിട്ട് കസേരകൾ ഇട്ടിട്ടുണ്ട്. മുന്നിലുള്ള മേശയിൽ പലതരത്തിലുള്ള പീരിയോഡിക്കൽസ് ഉണ്ട്. ഒരു ഭാഗത്തായി കോഫി, ടീ, മറ്റ് ബീവറേജസും വെൻഡിങ് മെഷീനും വച്ചിട്ടുണ്ട്. മതിയായ ലൈറ്റും വെളിച്ചമുണ്ടെങ്കിലും ആ സമയത്ത് അവിടെ ആരുമില്ലായിരുന്നുവെങ്കിലും അവിടെയുള്ള ലൈറ്റുകളും ഫാനുകളും മുഴുവനും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ശൗചാലയത്തിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ഗോവിന്ദ് അവയുടെ സ്വിച്ചുകൾ കണ്ടുപിടിച്ച് അതെല്ലാം ഓഫാക്കി ലിഫ്റ്റിനടുത്തേക്ക് വന്നു. ലിഫ്റ്റ് അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിരുന്നു. അതുകൊണ്ട് ഗോവിന്ദൻ ലിഫ്റ്റിന് അടുത്തുള്ള ഗോവേണിയിൽ കൂടി ഇറങ്ങി താഴെ വന്ന് ലോബിയിൽ തൻ്റെ ഊഴവും കാത്തിരുന്നു. അക്ഷരമാലാക്രമത്തിലാണെങ്കിലും തൻ്റെ ഊഴം എത്തിയിട്ട് തന്നെ വിളിച്ചില്ല. അത് ഗോവിന്ദന് കൂടുതൽ പിരിമുറുക്കമുണ്ടായി. വെറുതെ രൂപ കളഞ്ഞ് ബോംബെയിൽ വന്നു എന്ന് ഒക്കെ ചിന്തിച്ചുകൊണ്ട് ഗോവിന്ദൻ കണ്ണടച്ച് ദൈവങ്ങളെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവസാനമായി അറ്റൻഡറിൻ്റെ വിളി വരുന്നത്. ഗോവിന്ദ് സദാശിവൻ നായർ. പെട്ടെന്ന് ചാടിയഴിച്ച ഗോവിന്ദ് തൻ്റെ പിരിമുറുക്കമൊന്നും പുറത്ത് കാണിക്കാതെ ക്ഷമിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിലെത്തി. അവിടെ ഇൻ്റർവ്യൂ ബോർഡിൽ 5 പേരുണ്ടായിരുന്നു. 2 വനിതകളും ഉണ്ടായിരുന്നു. 5 പേരിൽ 2 വനിതകളായിരുന്നു. നടുക്കിരിക്കുന്ന മനുഷ്യൻ ഗോവിന്ദനോടവിടെ ഇരിക്കുവാൻ പറഞ്ഞു. ഗോവിന്ദൻ എഴുതുകൊണ്ട് തൻ്റെ ഫയലുകളെടുത്ത് കൊടുത്തെങ്കിലും വളരെ അലക്ഷ്യമായിട്ടാണ്, താല്പര്യമില്ലാത്ത എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ആ ഫയലുകൾ വാങ്ങി. അവർ പരസ്പരം സംസാരിക്കുകയും കോഫി കുടിക്കുകയും കശുവണ്ടി കഴിക്കുകയും ചെയ്യുകയായിരുന്നു. അല്പം ഇടവേളയ്ക്ക് ശേഷം ഇൻ്റർവ്യൂ ബോർഡിലുള്ള ഒരാൾ എല്ലാവരെയും മറ്റുള്ള ബോർഡിലുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തി. ആ നടുക്കിരിക്കുന്ന മനുഷ്യനാണ് ഇതിൻ്റെ സ്ഥാപക ഡയറക്ടർമാരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നയാൾ എന്ന് ഗോവിന്ദന് പറഞ്ഞു. അദ്ദേഹം ഗോവിന്ദൻ്റെ റെസ്യൂമും സർട്ടിഫിക്കറ്റുകളുമൊക്കെ അലക്ഷ്യമായി മറിച്ചു നോക്കി. എന്നിട്ട് സബ്ജക്റ്റിനെ കുറിച്ചൊന്നും ഗോവിന്ദനോട് സംസാരിച്ചില്ല. മറിച്ച് അച്ഛൻ്റെ കൃഷിയെക്കുറിച്ചും നാട്ടിലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് സംസാരിച്ചത്. വെറും പ്രഹസനമാണ് ഈ ഇൻ്റർവ്യൂ എന്ന് ഗോവിന്ദ് ചിന്തിച്ചു. ആ സമയം ഒരു വനിത ഒരു ലാപ്ടോപ്പുമായി അവിടെ എത്തി. അവർ ആ ലാപ്ടോപ്പ് പ്രൊജക്ടറിൽ കണക്ട് ചെയ്തു. ഇൻ്റർവ്യൂ ബോർഡുകാർ ഗോവിന്ദനോട് പറഞ്ഞു ആ സ്ക്രീനിലേക്ക് നോക്കുവാൻ. ഗോവിന്ദ് നോക്കിയപ്പോൾ ഗോവിന്ദ് ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്നതും പശുക്കൾക്ക് പഴം വാങ്ങി കൊടുക്കുന്നതും തുടങ്ങി അവിടെ ഗോവിന്ദ് ചെയ്ത എല്ലാ പ്രവൃത്തികളും അതിൽ കണ്ടു.
ഗോവിന്ദന് ജാള്യത തോന്നി, ചിരി വന്നു. എന്നാൽ അത് പെട്ടെന്ന് തന്നെ താൻ ചെയ്ത് തെറ്റാണോ എന്ന് ഉള്ള ചിന്തയിൽ അത് ഉത്കണ്ഠയും ഭീതിയുമായി മാറി. അപ്പോൾ ഡയറക്ടർ ചോദിച്ചു, ഗോവിന്ദ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഗോവിന്ദ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഒരു ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഇത് ഒരു ജോലിയല്ല, ഇത് ഞങ്ങളുടെ കമ്പനിയുടെ R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്ങിലേക്കുള്ള എഞ്ചിനീയർമാരെ സെലക്ട് ചെയ്യുന്നതാണ്. വലിയ മാർക്കോ പ്രവൃത്തി പരിചയമോ ബിരുദങ്ങളോ മാത്രം പോരാ. നിങ്ങളുടെ ചുറ്റുപാട് എന്ത് നടക്കുന്നു എന്ന് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താലേ എന്താണ് പ്രശ്നങ്ങളെന്നും അവ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നും മറ്റും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുകയുള്ളൂ. ഇൻ്റർവ്യൂ കഴിഞ്ഞു പോയ എല്ലാവരുടെയും വീഡിയോ ഞങ്ങൾ ഇവിടെ ഇരുന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഗോവിന്ദിൽ മാത്രമാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റിൽ സെലക്ഷൻ കിട്ടാൻ ഏറ്റവും യോഗ്യനായ നിങ്ങൾ ആണ് എന്ന് പറയുകയും ഉടനെ തന്നെ ഒരു വെള്ള കടലാസടങ്ങിയ ഫയലും ഒരു സ്വിച്ച് ബോക്സുമായി ഒരാൾ അവിടെ വന്ന് അത് ഡയറക്ടറുടെ മുന്നിൽ വെച്ചു. അതെടുത്ത് ഡയറക്ടർ ഗോവിന്ദന് നേരെ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഗോവിന്ദ്, 15 ദിവസത്തെ സമയമുണ്ട്. നാട്ടിൽ പോയി അച്ഛനമ്മമാരുമൊത്ത് അവധി ആഘോഷിച്ച് ഈ 15 ദിവസത്തിനുള്ളിൽ ഏറ്റവും നല്ല ദിവസമെന്ന് തോന്നുന്ന ദിനം നിങ്ങൾ പൂനെയിൽ പോയി നമ്മളുടെ R&D യൂണിറ്റിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. തൻ്റെ ഇഷ്ടദൈവങ്ങളെയെല്ലാം മനസ്സിൽ നന്ദി പറഞ്ഞ് തൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മനസ്സാൽ സ്മരിച്ചുകൊണ്ട് തൻ്റെ റോൾ മോഡലായ അച്ഛനെ വീണ്ടും സ്മരിച്ചുകൊണ്ട് ആ ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർക്കെല്ലാവരോടും ഗോവിന്ദ് നന്ദി പറഞ്ഞു. തനിക്ക് കൊടുത്ത തിരുപ്പതി തിരുമല വെങ്കടേശൻ്റെ പ്രസാദമായ ലഡ്ഡു ഇടത്ത് ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർക്കും എല്ലാം കൊടുക്കുകയും പുറത്തിറങ്ങി അച്ഛനും അമ്മയ്ക്കും ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് തീരുമാനിച്ച ഗോവിന്ദ് ഫോൺ ചെയ്ത് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇൻ്റർവ്യൂ എല്ലാം ഒരുവിധം ഭംഗിയായി ഞാൻ ചെയ്തിട്ടുണ്ട്. ഭാഗ്യവും കൂടെ തുണയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഈ ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എത്രയും നാളെ തന്നെ നാട്ടിലേക്ക് മടങ്ങി വരുമെന്നും പറഞ്ഞു. പുതിയ തലമുറയാണ്, അവരവരുടെ ഇഷ്ടം പോലെ നടക്കത്തുള്ളൂ, നമ്മൾ പറഞ്ഞാൽ കേൾക്കുകയില്ല എന്ന് വിലപിക്കുന്ന മാതാപിതാക്കൾ ധാരാളം ഉണ്ട്. സ്കൂളിലോ പുസ്തകത്തിലോ പഠിക്കാൻ കഴിയാത്ത സാമൂഹ്യ ബോധവും അച്ചടക്കവും ധാർമ്മികതയും പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ തൻ്റെ കുഞ്ഞുങ്ങളെ മാത്രമല്ല ഈ സമൂഹത്തിനെ തന്നെ നന്മയിലേക്ക് നയിക്കും എന്ന സന്ദേശമാണ് ഈ കഥയിലൂടെ നമുക്ക് കിട്ടുന്നത്. മറ്റൊരു കഥയുമായി വീണ്ടും നിങ്ങളെ കാണുന്നതുവരെ ഞാൻ രാകേഷ് ചീമര വിടവാങ്ങുന്നു. സ്വസ്തി പ്രജ്ഞാഭ്യ പരിപാലയാന്താം ന്യായേണ മാർഗേണ മഹിം മഹിഷ കുബ്രഹ്മണേഭ്യോ സുഖമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു.